ഫ്രണ്ട്സ് സർക്കിളിൽ പലർക്കും ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരുമകനാണെന്ന് അറിയുന്നത് പലപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂ കണ്ട ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളും ഇതേപോലെയാണ്. അത് പാടുന്ന ആൾ കരയാതെ പാടാൻ പറ്റില്ല. അതാണ് ആ വരികൾക്ക് കുറച്ച് സമയം കൊണ്ടാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കുറച്ച് നേരത്തെ ആയി പോയെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം നമ്മെ വിട്ടു പോയത്? ആരും തുടച്ചില്ല. കാരണം വരികൾ കൊണ്ടല്ല, അത് എന്തോ നമ്മളെ ഉള്ളിലേക്ക് നേരിട്ട് അതൊരു അത് നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. ഉദാഹരണം ഗംഗയുടെ ഒറ്റ ലൈൻ മതി നമ്മൾ അവസാനം വരെ കേൾക്കാനായിട്ട്. ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ പാട്ട് കേൾക്കാത്ത ആളുകളുണ്ടാവും. ഞാനൊരു ടാസ്ക് തരുവാണ്. ഒരു 5 പ്രാവുള്ള അദ്ദേഹത്തിന്റെ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇരുന്നിങ്ങനെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ മാവന്റെ പാട്ടുകൾ? പിന്നെ തീർച്ചയായിട്ടും ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു പാട്ട് എഴുതിയ കഥകളുണ്ട്. എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് എഴുതി തരാം. ഇപ്പം മലയാളത്തിലേക്ക് മാത്രമല്ലല്ലോ മൊഴിമാറ്റം ചെയ്യുന്നത്. ഇപ്പം തമിഴിൽ നിന്ന് തെലുങ്കിലേക്കും തെലുങ്കിൽ നിന്ന് തമിഴിലേക്കും ഒരുപാട് ഇതിങ്ങനെയൊക്കെ മൊഴിമാറ്റം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ മലയാളി ഓഡിയൻസ്. മലയാളി ആസ്വാദകരെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോൾട്ട് വന്നാൽ പോലും നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം മറ്റ് ഭാഷകൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എഫേർട്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ ചെയ്യാറുണ്ടോ? അതൊരു എഫേർട്ട്, അത് നമുക്കതൊരു എഫേർട്ടായിട്ട് അതിനെ കാണണ്ട. നമുക്കതൊരു കാരണം ഇപ്പം പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു പടം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പടമാണ്, ദശാവതാരം, അങ്ങനത്തെ ഒരു പടം. അത് ഏത് ഭാഷയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് അപ്പോൾ നമുക്ക് ഞാനീ പറഞ്ഞ പോലെ നമുക്കതിൻ്റെ സിറ്റുവേഷൻ അറിയാം, ഇതാണ് ലിറിക് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നിട്ടുണ്ട്. നമുക്കത് കറക്റ്റ് ഫോളോ ചെയ്യാനും പറ്റില്ല. നമുക്കതിൻ്റെ മെയിൻ കണ്ടൻറ് എടുക്കുക, പാട്ടിൻ്റെ കണ്ടൻറ് എടുക്കുക, എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യവും കിട്ടും. കാരണം നമ്മൾ പക്ക ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അധികവും, ഈ ഡബ്ബിങ്. കാരണം നമുക്ക് അവിടെ വാക്കുകൾ ഓപ്ഷൻ കുറവായിരിക്കും. അതിന് പകരം ആ സിറ്റുവേഷൻ നോക്കുക, അതിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ ആക്സസ് ഉണ്ടായിരുന്നു. അതെ, നമുക്ക് കുറച്ചുകൂടെ ആ ഭാഷയിലേക്ക് ഇറങ്ങാൻ പറ്റും. നമ്മുടെ ഭാഷയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പം ചേട്ടൻ ദിൽനാഥ് സാറിൻ്റെ മകൻ, അദ്ദേഹം ഇപ്പം ബ്രഹ്മയുഗം ചെയ്തു, അങ്ങനെ കുറച്ചധികം സിനിമകൾ ചെയ്തു. വിളിച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ കാണാറുണ്ടോ ഇപ്പോഴും? ഞങ്ങൾ സംസാരിക്കാത്ത വിളിക്കാത്ത ദിവസങ്ങളില്ല. ആ പഴയ ബോണ്ട് ഇപ്പോഴും ഉണ്ടല്ലേ? ആ പഴയ അടി ഉണ്ടാക്കുന്നതും സാറിൻ്റെ റൂമിൽ കയറി അലമുണ്ടാക്കുന്നതും അത് ഇപ്പോഴും ഉണ്ട്. പിന്നെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് പിന്നെ ആദ്യം സിനിമ ഇറങ്ങിയപ്പോഴും വിളിച്ചത്, ഇലവീഴ പൂഞ്ചിറയൊക്കെ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു? അവൻ ഏത് പാട്ട് എഴുതി കഴിഞ്ഞാലും എന്നെ വിളിച്ച് പറയടാ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ തമ്മിലുള്ള, ഇപ്പം ഞാൻ എഴുതി ആണെങ്കിൽ എടാ ഞാനിങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം കൊണ്ടുള്ള ഒരു ഇതാണ്, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. ദീപക് ചേട്ടൻ്റെ പേര് വെച്ചിട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ പാട്ട് എൻ്റെയും ചേട്ടൻ്റെയും പേര്. അതെ, മനസ്സിൽ മിഥുനമഴ, നന്ദനത്തിലെ. അതിൽ വൈശാഖത്തിങ്കൾ വെച്ചു ദീപാഞ്ജലി എന്ന്. അത് അവൻ ചെന്നൈയിൽ നിന്നാന്ന് തോന്നിയിരുന്നു. അപ്പോൾ എഴുതി വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, എടാ നിങ്ങളെ പേര് വെച്ചിട്ടുണ്ട്. അത് മൊത്തം എഴുതി ഇതേപോലെ ചരണം ഒരു സ്റ്റക്കായ സമയത്ത് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടോ അമ്മയെ ഓർമ്മ വന്നു. അമ്മയെ ആലോചിച്ച സമയത്ത് അപ്പോഴാണ് പെട്ടെന്ന് അമ്മയായിട്ട് നല്ല അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സത്യത്തിൽ പാട്ടിൽ. വെണ്ണിലവ് കണ്ണു വെച്ച വെണ്ണക്കുടമേ, അത് നോക്കിയാൽ മതി. അതായത് സാധാരണ നമ്മൾ പറയും നീ നിലാവ് പോലെയാണ്, അല്ലെങ്കിൽ നിന്നെ കാണാൻ നിലാവ് പോലെയുണ്ട്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് വെണ്ണിലാവ് കണ്ണു വെച്ച വെണ്ണക്കുടമേന്നാണ്. അതായത് ആ വെണ്ണിലാവ് കണ്ണു വെച്ച അത്രയ്ക്ക് അസൂയുള്ള വെണ്ണക്കുടമേന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇങ്ങനെ എഴുതുന്ന കുറച്ച് ട്രിക്കുകളുണ്ട്. ചില ഇപ്പം നമ്മൾ പറയാം ഹരിമുരളീരവം നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന്, അതും ഞാൻ കേട്ടത് ഒരു കാമണിക്കൂറോ അരമണിക്കൂറോ എന്തോ ആണ് അതിൻ്റെ ലിറിക്കും ട്യൂണും ഉണ്ടാവാൻ എടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. ഹരിമുരളി കുറച്ച് സമയം കൊണ്ടാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ പാട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ
സാധാരണ നമ്മളെല്ലായിടത്തും രാധ തേടി നടക്കുന്ന, കൃഷ്ണനെ തേടി നടക്കുന്ന ഗോപികമാരെയും രാധയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടിൽ മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണൊരു മാധവജന്മം. അതായത് മാധവജന്മം, നമ്മൾ കൃഷ്ണ നിന്നെ തേടി ഞാൻ അലയുന്നൊരു സാധു മനുഷ്യജന്മമാണ് എന്ന് പറയുന്നത് പോലെ ഞാനൊരു സാധു മനുഷ്യജന്മമാണ് എന്ന് പറയുന്ന പോലെ ഞാനൊരു സാധു മാധവ ജന്മമാണ്. മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം. അങ്ങനെ എന്താ പറയുക, അതിനെ വേറൊരു തലത്തിൽ നിന്നിട്ട് കണ്ടിട്ട് അത് ഈ പറഞ്ഞ പോലെ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട്, അതെ, ചുരുങ്ങിയ സമയം കൊണ്ടാണ് എഴുതുന്നത്. അതുപോലെ ഈ നമ്മുടെ ഈ പാട്ട് ഇന്നലെ എൻ്റെ നെഞ്ചിൽ, അതിന് പേന ഉപയോഗിച്ചിട്ടില്ല ഞാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യത്തിൽ ചിത്ര ചേച്ചിയായിരുന്നു അത് ഫസ്റ്റ് ചെയ്തിരുന്നത്. പറഞ്ഞു കൊടുത്തതാണ് വരികൾ സ്റ്റുഡിയോയിലിരുന്ന് സ്പോട്ടിൽ. അപ്പോൾ അത് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു പാട്ട് എഴുതിയ കഥകളുണ്ട്. എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് എഴുതരാം. അതെ അതെ. അതുപോലെ കണ്ണു നട്ട് കാത്തിരുന്നുള്ള പാട്ട്, അത് ഇതേപോലെ പറഞ്ഞു കൊടുത്തത് ഒരു കള്ളൻ്റെ മുതൽ മറ്റൊരു ആൾ കട്ടുകൊണ്ടുപോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ആ കള്ളൻ്റെ വേദനയെ പറ്റി എഴുതാനാണ് പറയുന്നത്. ആ പാട്ടിൽ എഴുതി വച്ചിരിക്കുന്ന കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മ തൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. ഇത് പാടുമ്പോൾ അത് പാടുന്ന ആൾ കരയാതെ പാടാൻ പറ്റില്ല. അതാണ് ആ വരികൾക്ക്, അത് കാരണം വരികൾ കൊണ്ടല്ല, അത് എന്തോ നമ്മളെ ഉള്ളിലേക്ക് നേരിട്ട് അതിനൊരു ശബ്ദധാരാവലി എടുത്ത് അതിൻ്റെ അർത്ഥം നോക്കേണ്ട കാര്യമില്ല. ബഷീറിന്റെ ഒക്കെ എഴുത്തുപോലെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആ പാട്ടിന്. എനിക്ക് തോന്നുന്നു അതാണ് അവന് ഇത്രയും വാല്യൂ കൊടുത്തതെന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകൾ എടുത്താലും ഓരോ ഗാനങ്ങൾ എടുത്താലും ആദ്യത്തെ 1 or 2 വാക്കുകൾ കൊണ്ട് തന്നെ നമ്മളെ ഹുക്ക് ചെയ്യിപ്പിക്കും. പിന്നെ നമ്മൾ ആ പാട്ടുകൾ അവസാനം വരെ നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. ഉദാഹരണം ഗംഗയുടെ ഒറ്റ ലൈൻ മതി നമ്മൾ അവസാനം വരെ കേൾക്കാനായിട്ട്. മൂവന്തി താഴ്വരയിൽ ഇതിന്റെ ഒറ്റ ലൈൻ മതി. ഇത് കണക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളും ഇതേപോലെയാണ്. അതായത് അടിച്ചാൽ മൂവന്തി താഴ്വരയിൽ നിന്നുള്ള പാട്ട് വന്നോളൂ യൂട്യൂബിൽ. അതെ, നമുക്കത് അത്ര അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് പാട്ട് കംപ്ലീറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ അത്രയും മതി, ആദ്യത്തെ വാക്ക് മതി. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്ത് പ്രോസസ്സ്? കൊച്ചിലെ മുതലേ കണ്ടിരുന്ന ആളാണല്ലോ. അപ്പോൾ പലരും പല രീതിയിലാണല്ലോ എഴുതുന്നത്. ചിലർ അതിരാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർ വൈകുന്നേരങ്ങളിലായിരിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്ത് പ്രോസസ്സ്? എഴുത്തേ ഇല്ലായിരുന്നു അല്ലേ? അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഒരു 10 ആളുടെ ഇടയിലാണെങ്കിലും, ഒരു ട്രെയിനിൽ പോവുകയാണെങ്കിലും, ഒരു ജാഥയുടെ ഉള്ളിലാണെങ്കിലും ട്യൂണ് കൊടുത്താൽ സ്പോട്ടിൽ എഴുതിക്കോളും. അതിന് പ്രത്യേക സമയം വേണ്ട. അതിന് ചിന്തിക്കുന്ന സമയം പോലെ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും എനിക്ക് തോന്നുന്നു അതൊരു ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക അതിന് വേണ്ടിയിട്ട്. അത് ശരിക്കും പാട്ടും ഗിരീഷ് പുത്തഞ്ചേരി അത് രണ്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ബോണ്ടാണ്. അതെ, അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ആൾക്കാർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. പറഞ്ഞ് തീരാത്ത അത്രയും കഥകൾ ഉണ്ടാവും അദ്ദേഹത്തിനെ പറ്റി പറയാൻ. ദീപക് റാമിന് എന്താണ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, ഇൻസിഡൻറ്റ്? ഒരുപാടുണ്ട്. പക്ഷേ ഒരിക്കൽ ഇതേപോലെ ഞങ്ങൾ എല്ലാ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഒന്നെങ്കിൽ കാരപ്പറമ്പ് മാമൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ പുത്തഞ്ചേരി. അവിടെ ഉത്സവം കോട്ടയ്ക്കൽ. ഞാൻ പഠിച്ചതൊക്കെ, എൻ്റെ വീട് കരുമല ബാലുശ്ശേരി അടുത്താണ്. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ പുത്തഞ്ചേരിയാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്താണ് കോട്ടയ്ക്കൽ അമ്പലം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഉത്സവത്തിന് ഇപ്പോഴും മാമനുണ്ടാവും. ഒരിക്കൽ ഞങ്ങൾ കാരപ്പറമ്പുള്ള സമയത്ത് ഞങ്ങൾ കുട്ടികളാണല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാം റൂമെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. കളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു ഹിരോഷിമ നടന്ന പ്രതീതിയാണ് ആ റൂം. അപ്പോൾ ഒരു ദിവസം വന്ന് മാമൻ പെട്ടെന്ന് ഒരു
ക്ഷിപ്രകോപി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ വന്ന് റൂം നോക്കി. തല്ലിയിട്ടുണ്ടോ എപ്പോഴേലും? ഇല്ല, എനിക്ക് അമ്മയോട്, എൻ്റെ അമ്മയെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇതുവരെ അധികം തല്ല് കിട്ടിയിട്ടില്ല. എനിക്കും ഏട്ടനും എൻ്റെ ചേട്ടനും കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇത് വന്നിട്ട് ഈ റൂം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് കണ്ടിട്ട് നല്ല ചീത്ത കിട്ടും. അപ്പം ഈ ദിൽനാദിനൊക്കെ തല്ലിയിട്ടിട്ടുണ്ടോ? ദിൽനാദ് ഏട്ടനൊക്കെ തല്ലൊക്കെ കിട്ടും, തല്ലൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് ഇതുകൊണ്ടായിരിക്കാം കിട്ടാത്തത്. ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട്, നല്ല നന്നായിട്ട് കേൾക്കും, നല്ല ചീത്ത പറയും. അപ്പോൾ ഇത് ഈ റൂം അലങ്കോലമായിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഞങ്ങളോട് നല്ല ചീത്തയൊക്കെ പറഞ്ഞ് റൂമിൽ നരകം എന്ന് എഴുതി വെച്ച് പോയി. അലങ്കോലമായി കിടക്കുകയാണ്. പുറത്തുപോയി, ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് പുറത്തുപോയി. ഞങ്ങൾ കുട്ടികളല്ലേ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മാമിയെ പോലും അകത്ത് കിടത്താതെ ഞങ്ങൾ വാതിലടച്ച് മൊത്തം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അടക്കി വൃത്തിയാക്കി വെച്ച് അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് റൂം പൂട്ടിയിട്ടു. മാമിയെ പോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് എടുത്തില്ല. മാമൻ പോയി പുറത്ത് പോയി കുറച്ച് രാത്രിയായ സമയത്ത് തിരിച്ചു വന്ന സമയത്ത് കയ്യിൽ കുറച്ച് ചിക്കനല്ല വെജ് ബിരിയാണിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ചീത്ത പറഞ്ഞ സങ്കടത്തിൽ. അപ്പോൾ വന്ന് റൂമിലേക്ക് വന്നു ഞങ്ങൾ ബാക്കിലൂടെ ഞാൻ കണ്ണു പൊത്തി. അതുവരെ പതുക്കെ വാതിൽ തുറന്നു അകത്ത് കൊണ്ടുപോയി. അതിനുശേഷം ലൈറ്റ് ഇട്ടു, റൂം കാണിച്ചു കൊടുത്തു. റൂം മൊത്തം നോക്കി ആ കട്ടിലിങ്ങനെ കിടന്നു, നല്ല ഒരു തൃപ്തിയായ പോലെ കിടന്നിട്ട്. അപ്പോൾ ചോദിച്ചു, ഈ റൂമിന് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ? വൃത്തിയായിട്ടുണ്ട്, അല്ലാതെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഇല്ല. ലൈറ്റ് പ്രകാശം കണ്ടോ, വെളിച്ചം കൂടിയിട്ടില്ലേ? അങ്ങനെയാണ്, വൃത്തിയുള്ള നല്ല സ്ഥലത്തേക്ക് പ്രകാശം കൂടുതൽ വരും, വെളിച്ചം കൂടുതൽ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സന്തോഷമായി, ഈ റൂം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പിടി വാരിത്തന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലുണ്ട്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സന്തോഷം കൊണ്ടുള്ള അത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, പക്ഷെ അതൊരു വല്ലാത്തൊരു ഓർമ്മയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപിടി ആഹാരം വാരി കഴിച്ചത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ. അതാണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അതെ, തീർച്ചയായിട്ടും. കുറച്ച് നേരത്തെ ആയി പോയെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം നമ്മെ വിട്ടു പോയത്? തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇവിടെ തന്നെ ജീവിക്കാനുള്ള, കാരണം എനിക്ക് തോന്നുന്നില്ല മാമൻ മരിച്ചു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളാരും. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് എപ്പോഴും. കാരണം ഇത്രയധികം പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരാൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളല്ല ചെയ്തു വെച്ചിരിക്കുന്നത്, ഓർത്തെടുക്കാനും. അതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള തോന്നലുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പോയത് ആ പ്രസൻസ് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രസൻസ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാതെ തീർച്ചയായിട്ടും ഉറങ്ങാത്ത മലയാളികളില്ല. എന്നെ സംബന്ധിച്ചും ഞാൻ ഒരു ദിവസം പോലും കേൾക്കാത്ത പാട്ട്, മാമൻ്റെ പാട്ടുകൾ കേൾക്കാതിരിക്കാറില്ല. ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇരുന്നിങ്ങനെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ മാമൻ്റെ പാട്ടുകൾ? പിന്നെ തീർച്ചയായിട്ടും. എനിക്ക് പ്രത്യേകിച്ച് യാത്രാ സമയത്തൊക്കെ എപ്പോഴും പാട്ട് വേണം, പാട്ടോ പുസ്തകമോ എപ്പോഴും വേണം. അപ്പം അധികവും കേൾക്കുന്ന പാട്ടുകൾ മാമൻ്റെ പാട്ടുകൾ തന്നെയാണ്. ഈ പുറത്തൊക്കെ പോകുമ്പോഴേ, നമ്മളിപ്പോൾ കേരളം വിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഈ ഊബർ ടാക്സിയിലോ ഇങ്ങനെ ടാക്സിയൊക്കെ വിളിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പാട്ടിടുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത് എൻ്റെ മാമൻ്റെ പാട്ടാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ ദിൽസയിലെ പാട്ട്, നമ്മുടെ പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ, ഇത് അവിടെ ഇതേപോലെ നമ്മൾ പോകുന്ന സമയത്ത് ഇവർക്ക് ചിലപ്പോൾ അത്ര അറിയണമെന്നില്ല, പേര് അറിയണമെന്നില്ല. പക്ഷേ ഈ പാട്ടിന് അവിടെ ഭയങ്കര ഫേമസ് ആണ്. അല്ല, മീൻസ് അത്രത്തോളം ഈ പാട്ട് കാരണം ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ പാട്ട് കേൾക്കാത്ത ആളുകളുണ്ടാവില്ല. അപ്പോൾ അത്രത്തോളം വൈഡാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എവിടെ ഇപ്പോൾ ഊബറിൽ പോകുമ്പോഴും ഞാൻ ഇത് പറയാൻ കുറച്ച് മടിയുള്ള ആളാണ്, പക്ഷെ ഞാനത് ആസ്വദിക്കാറുണ്ട്. ഓക്കെ. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ എൻ്റെ
ഫ്രണ്ട്സ് സർക്കിളിൽ പലർക്കും ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരുമകനാണെന്ന് അറിയുന്നത് പലപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂ കണ്ട ശേഷമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ കയ്യിലുള്ള ഈ ടാറ്റു കണ്ടിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കും ഭയങ്കര ഫാനാണല്ലേ. അപ്പം ഞാൻ ആണെന്നേ പറയാറുള്ളൂ. കാരണം എന്താ, അമ്മാവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോയി. ആ സമയത്ത് അവർ അറിയാതെ മാമനെ പറ്റി പറയുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ചിലപ്പോൾ അവർക്ക് ആ പാട്ടിനെ പറ്റി അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പലപ്പോഴും അവരുടെ എഫക്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളായിരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കാനുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ആസ്വാദനത്തിന് പ്രത്യേക ഭംഗിയാണ്. അമ്മയുടെ ഒരു നോട്ട് പുസ്തകത്തിലും പേജുകൾ ഉണ്ടാവില്ല, എല്ലാം എഴുതി തീർത്തിട്ടുണ്ട്. അങ്ങനെ അന്നേ എഴുത്തിൽ ആള് അത്യാവശ്യം പുലിയാണ്. ഓക്കെ. ഈ പല എഴുത്തുകാരുവേ പല ഗാനരചയിതാക്കളും അവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാക്കുണ്ടായിരിക്കും. ഇപ്പോൾ വയലാർ സാറിൻ്റെ എടുക്കുകയാണെങ്കിൽ പുള്ളി തങ്കം, പൊന്ന്, ഈ വാക്കുകൾ പുള്ളിയുടെ എല്ലാ പാട്ടുകളിലും ഉണ്ടായിരിക്കും. അദ്ദേഹം ഇതേപോലെ 350ഓളം ഗാനങ്ങൾ രചിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് അതേപോലെ തന്നെയാണ് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ പിന്നെ ഗാനങ്ങളിലും ഇത് കണക്കൊരു സ്പെസിഫിക് വാക്കുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാവ് എന്നുള്ളത്. ഞാനൊരു ടാസ്ക് തരുവാണ്, ഒരു 5 പ്രാവുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. പ്രാവുകൾ കുറുകുന്നു മനസ്സിൽ പ്രണയം മുറുകുന്നു എന്ന പാട്ട്. ഓക്കെ. പിന്നെ കാലാപാനിലെ ചെമ്പൂവേ ചെമ്പൂവേ അതിനകത്തെ അതുണ്ട്. ഒന്ന് പ്രാവുകൾ കുറുകുന്നുണ്ട്. പിന്നെ മാടപ്രാവേ നിന്ന മായക്കൂടാരത്തിൽ മാടപ്രാവേ അതുണ്ട്. പിന്നെ ഏതായിരുന്നു, ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു സാധനമുണ്ട്, കൊടുക്ക് കൺമണി, അത് എനിക്ക് അതാണ് ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇന്നസെന്റ് പാടുമ്പോൾ അദ്ദേഹം പാടുന്നത് കൂടെ പ്രാവ് എന്ന് മാത്രമല്ല, കിളികൾ. അതെ കിളികൾ, തങ്കത്തിങ്കൾ കിളിയായി കുറുക, അങ്ങനെ ഒരുപാട് പാട്ടുകളിൽ ഈ എനിക്ക് തോന്നുന്നു പക്ഷി എന്തെങ്കിലും ഒരു ബേർഡ് ഉണ്ടാവും. ഓക്കെ. ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം തമിഴില്, തെലുങ്കില്, മലയാളത്തിൽ എല്ലാം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടും മലയാളത്തിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല 4 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആണോ? ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വരാനുള്ളത് ഏതാണ്? ഇനി പറയാറായിട്ടില്ല അത് സിനിമ. ഇനിയിപ്പോൾ 2-3 പടങ്ങൾ റിലീസ് ആവാനുണ്ട്. ഓക്കെ, ഇറങ്ങാനുണ്ട്. ജയ് ഭീമിലെ അതും കൂടെ, അത് എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ചേട്ടൻ്റെ പാട്ടുകൾ എടുത്തപ്പോഴും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആ പാട്ടാണ്. ഞാൻ എന്ന് ഇത്ര ഉറങ്ങാൻ നേരത്ത് കേൾക്കുന്നത് ആ പാട്ടാണ്. അതിലെ ജയ് ഭീമിലെ മറ്റേ മുടിമാടും മുടിമാടും ഇളം കാറ്റ് പാട്ടിൻ കൂട്ടുതരും, വിതയെല്ലാം വിളയാകും കാര്യം ചൊല്ലി വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.